പ്രിയപ്പെട്ട സാഹിതിയുടെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. തൃശ്ശൂർ എന്ന നമ്മുടെ സാംസ്കാരിക നഗരത്തിന് തിരക്കുറിയായ സാഹിതിയുടെ വേദിയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു മലയാള ഗാനസാഹിത്യത്തിലെ നിരൂപണ സാഹിത്യത്തിലെ പ്രഗത്ഭനായ, അല്ലെങ്കിൽ അതിൻ്റെ കുലപതി എന്നു വിശേഷിപ്പിക്കാവുന്ന ശ്രീ ടി.പി. ശാസ്ത്രജ്ഞൻ സ്ഥലത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അംഗവും നമുക്ക് ചിരകാല സുഹൃത്തുമായ പ്രിയപ്പെട്ട കവി എം ടി രാജേന്ദ്ര സാറുണ്ട്. അപ്പോൾ രണ്ട് പ്രഗത്ഭരായ ഗാനസാഹിത്യത്തിലെ രണ്ട് പ്രഗത്ഭരായ വ്യക്തികൾ, രണ്ട് വ്യത്യസ്തമായ മാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന, പാതകളിലൂടെ സഞ്ചരിക്കുന്ന രണ്ട് പ്രഗത്ഭരുടെ ഒരു വേദി പങ്കിടാൻ കഴിയുന്നത് സാഹിതിയെ സംബന്ധിച്ചിടത്തോളവും പ്രേക്ഷകരായ നമ്മെ സംബന്ധിച്ചിടത്തോളവും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാനും ടി.പി. ശാസ്ത്രജ്ഞൻ സാറും ഒരു 20-25 വർഷത്തെ പരിചയം ഞങ്ങൾ ഉണ്ട് എന്നുള്ളത് വലിയ സന്തോഷകരമായ മറ്റൊരു കാര്യമാണ്. പാട്ടോർമ്മകൾ അറ്റ് ദ റേറ്റ് ഓഫ് 365 എന്ന എൻ്റെ ലേഖന പരമ്പരയ്ക്ക് പ്രചോദനമായ വ്യക്തി അദ്ദേഹമാണെന്ന് എനിക്ക് തുറന്നു പറയാൻ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വായിച്ചുകൊണ്ട്, ഗാനനിരൂപണങ്ങൾ വായിച്ചുകൊണ്ട് ഇങ്ങനെയും ഗാനസാഹിത്യത്തെക്കുറിച്ച് എഴുതാം എന്നൊരു ആത്മവിശ്വാസം കൈവന്നതിന് പ്രധാനമായ കാരണം അദ്ദേഹം ഏകദേശം ഒരു 45 വർഷത്തോളം മലയാളത്തിലെ വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ നടത്തിയിട്ടുള്ള ഗാനനിരൂപണം എന്ന പങ്ക്തി തന്നെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിലിം മാഗസിനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ശാസ്ത്രജ്ഞ സാറിൻ്റെ നിരൂപണങ്ങൾ പ്രസിദ്ധീകരിച്ചെന്ന് തോന്നുന്നു. ശരിയല്ലേ സാർ? ഫിലിം മാഗസിനാണ്. പിന്നീട് ചിത്രഭൂമി, സിനിമാ മംഗളം. ഞാൻ സിനിമാ മംഗളത്തിൽ വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അതിൻ്റെ ഒരു ആസ്വാദ്യത മനസ്സിലാക്കാൻ കഴിയുന്നു. മലയാള ചലച്ചിത്ര ഗാന ചരിത്രത്തിന് ഈ വർഷം 88 വയസ്സ് പൂർത്തിയാവുകയാണ്. 1938 പുറത്തിറങ്ങിയ ബാലൻ എന്ന ചിത്രത്തിലെ പുതുകുളം രാഘവൻ പിള്ള എഴുതിയ 23 ഗാനങ്ങളിലൂടെ മലയാള സിനിമയുടെ ഗാനസാഹിത്യം പുഷ്കലമാകും. എങ്കിലും ഒരു 10-18 വർഷക്കാലം, 2 ദശാബ്ദത്തോളം കാലം ചലച്ചിത്ര ഗാനങ്ങൾക്ക് അത്ര വലിയൊരു പ്രാമുഖ്യമോ അല്ലെങ്കിൽ ജനഹൃദയങ്ങളെ സ്വാധീനിക്കാനൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതൊരു ഖേദകരമായൊരു വസ്തുത. അറിയാം, എല്ലാവർക്കും അറിയാം, അന്ന് തമിഴിൻ്റെയും ഹിന്ദി ട്യൂണുകളുടെ ഈണങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലായിരുന്നു മലയാള ഗാനങ്ങൾ രചിക്കപ്പെട്ടതുള്ളത്. എന്നാൽ 1954 പുറത്തിറങ്ങിയ നീലക്കുയിലിലൂടെ പിന്നെ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു വസന്തകാലം ആരംഭിക്കുകയായി. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മലയാളത്തിലെ പഞ്ചരത്നങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന വയലാർ, പി. ഭാസ്കരൻ, ശ്രീകുമാരൻ തമ്പി, യൂസഫ് അലി കച്ചേരി, ONV തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം മലയാള ചലച്ചിത്ര ഗാന മേഖല അനുഭവിച്ചറിയുന്നു. അവർ മലയാളത്തിന് സംഭാവന ചെയ്ത അനശ്വര ഗാനങ്ങൾ ഇന്നും മലയാളിയുടെ മനസ്സിനെ കോരിധരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പുതിയ ഗാനങ്ങളില്ല നമുക്ക് പാടി നടക്കാൻ. മലയാളി എന്നും പാടി നടക്കുന്നത് ആ വസന്തകാലത്തിലെ 60കൾക്ക് ശേഷമുള്ള 80കൾക്ക് ഇടയിലുള്ള മനോഹരമായ ഗാനങ്ങൾ തന്നെയാണെന്ന് അടിവരയിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇന്ന് ചില ഗാനങ്ങൾ കേൾക്കുമ്പോഴാണ് മഹാകവികളായ ആ പ്രഗത്ഭർ നമ്മൾക്ക് സംഭാവന ചെയ്ത, കൈരളിക്ക് സംഭാവന ചെയ്ത മഹത്തായ ഗാനങ്ങൾ, ആ ഗാനങ്ങൾ വെറും ഒരു ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറ്റി എഴുതി തള്ളാൻ നമുക്ക് കഴിയാറില്ല. കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടായിരുന്നു ആ മഹാനുഭാവന്മാരുടെ, ആ പൂർവ്വസൂരികളുടെ പാട്ടെഴുത്തിൻ്റെ ഒരു വലിയ ചരിത്രം തന്നെ തുടങ്ങി വയ്ക്കുന്നു. മനുഷ്യജീവിതത്തിലെ എല്ലാ ഭാവങ്ങളെയും പാട്ടുപാടി ഉറക്കാൻ താമരപ്പൂ പൈരേത് തുടങ്ങുന്ന താരാട്ട് പാട്ട് മുതൽ
മരണമെത്തുന്ന നേരം വരെയുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ ഭാവങ്ങൾ എത്രയോ സുന്ദരമായിട്ടാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ കവികൾ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടിയിട്ടുള്ളത്. അതിൽ പ്രണയമുണ്ട്, ദുഃഖമുണ്ട്, ജീവിതമുണ്ട്, രതിയുണ്ട്, ചരിത്രമുണ്ട്, ശാസ്ത്രമുണ്ട്, ഇല്ലാത്ത ഒന്നുമില്ല. സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് മലയാളത്തിലെ പ്രിയപ്പെട്ട പാട്ടുകളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1975 മലയാള ഗാനശാഖയെ സമ്പന്നമാക്കിയ പ്രിയപ്പെട്ട വയലാർ രാമവർമ്മ നമ്മളെ വിട്ടുപിരിക്കുന്നത്. അതൊരു ഗാനങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അതൊരു ഭയങ്കരമായൊരു ഷോക്കായിരുന്നു. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. കാരണം ഇന്നത്തെ പോലെ അന്ന് അവരുടെ ജീവിതത്തെക്കുറിച്ച് പിന്തുടരാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ച് അറിയാനൊന്നും അന്ന് യാതൊരുവിധം മാർഗങ്ങളും ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്നായിരുന്നു അറിയുന്നത് വയലാർ രാമവർമ്മ അന്തരിച്ചത്. അത് ഒരു ഭയങ്കര മലയാള ഗാന സാഹിത്യത്തിന് സംഭവിച്ച ഒരു ഭയങ്കര നഷ്ടം തന്നെയായിരുന്നു. അതിനുശേഷമാണ് മലയാളത്തിലെ മറ്റു പല ഗാനരചയിതാക്കളുടെ രംഗപ്രവേശം ആരംഭിക്കുന്നത്. ഈ പഞ്ചരത്നങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട 5 ഗാനരചയിതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നീട് പലരും ആ സമയത്ത് രംഗപ്രവേശം ചെയ്തു. ഈ സമയത്ത് തന്നെയാണെന്നുണ്ട് ഗാന നിരൂപണത്തിൻ്റെ ഒരു പ്രസക്തി മലയാളത്തിൽ ആവശ്യമായി വന്നത്. കാരണം അവരുടെ അപക്വമായ രചനകൾ അല്ലെങ്കിൽ ഗാന സാഹിത്യത്തെ പലപ്പോഴും വികലമാക്കുന്ന അല്ലെങ്കിൽ അവരുടെ പൂർവ്വസൂരികൾ എഴുതി വെച്ച് മുന്നോട്ട് അല്ലെങ്കിൽ എഴുതി വെച്ച ആ ഒരു ചരിത്ര പാരമ്പര്യ പൈതൃകത്തെ പാടെ തള്ളി മാറ്റുന്ന രീതിയിൽ ഗാനസാഹിത്യത്തിൽ ചില കൃത്രിമമായ പദങ്ങളും കൃത്രിമമായ ഭാഷാപ്രയോഗങ്ങളൊക്കെ വന്നു ചേർന്നപ്പോൾ അതിനെതിരെ ആദ്യമായിട്ട് മലയാളത്തിൽ തൂലിക ചലിപ്പിച്ച ഒരു മഹാസംഭവം അല്ലെങ്കിൽ ഒരു മഹാവ്യക്തിത്വം അല്ലെങ്കിൽ മലയാള ഗാന നിരൂപണ സാഹിത്യ രംഗത്ത് ഒരു വട്ടയാൻ എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന ആളായിരുന്നു ടി പി ശാസ്ത്രമംഗലം. അദ്ദേഹം എഴുതി തുടങ്ങിയ കാലത്ത് വളരെയധികം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ശരി. പല പ്രമുഖരായ ഗാനരചയിതാക്കൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് വരെ കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ. ബിച്ചു തിരുമലയാണെന്ന് തോന്നുന്നു. അല്ലേ സാർ? ബിച്ചു തിരുമല എന്ന നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് അന്ന് ടി പി ശാസ്ത്രമംഗലത്തിന് കേസ് കൊടുത്തത് പത്രങ്ങളൊക്കെ ആ സമയത്ത് ഒരു വാർത്തയായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ നോക്കുന്നു. അപ്പൊ ഒരു നിശബ്ദ യുദ്ധം തന്നെ അന്ന് ഗാനസാഹിത്യ രംഗത്ത് നടന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു ഈ കോടതി വ്യവഹാരം. അതിന്റെ മറപറ്റി പിന്നീട് അദ്ദേഹം എഴുതിയ എത്രയോ ലേഖനങ്ങൾ, ഗാന നിരൂപണം മാത്രമല്ല, മലയാളത്തിലെ പ്രഗത്ഭരായ പി ഭാസ്കരൻ, യൂസഫ് അലി കച്ചേരി, വായനവി കുറുപ്പ്, ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങിയ പ്രഗത്ഭരുടെ ഗാന സമാഹാരങ്ങൾക്കെല്ലാം അവതാരിക എഴുതിയിട്ടുള്ളത് ശാസ്ത്രമംഗലം സാറാണ്. അതൊരു മഹാഭാഗ്യമാണ്. ദേവരാജൻ മാസ്റ്ററൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതും എത്രയോ കാര്യങ്ങൾ ഗാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നെ നേരിട്ട് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പുസ്തകങ്ങളിലൂടെയൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അത് ദേവരാജൻ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദേവരാഗങ്ങളുടെ ശില്പിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു പാട്ടിൻ്റെ 51% അതിൻ്റെ സാഹിത്യമാണ്, അതിൻ്റെ വരികളാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം സംഗീത സംവിധായകനായിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരികൾ തന്നെയാണ്, ഗാന സാഹിത്യം തന്നെയാണ് ഒരു പാട്ടിൻ്റെ ഏറ്റവും മഹത്തായ ഘടകം എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. സംഗീതമെല്ലാം 2ാം സ്ഥാനത്താണ്, ആലാപനം 3ാം സ്ഥാനത്താണ്. അപ്പോൾ ഗാന സാഹിത്യത്തിന് അത്രമാത്രം മഹാത്മ്യം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ദേവരാജൻ മാസ്റ്റർ പോലുള്ള പ്രഗത്ഭമതികളുടെ പ്രസക്തി നമ്മൾ വിളിച്ചു പോകുന്നത്. ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അതിനുശേഷം വന്ന കവികളുടെ ഗാനരചയിതാക്കളുടെ ഗാനങ്ങളെ കീറി മുറിച്ചുകൊണ്ട് അവരുടെ ഭാഷാപ്രയോഗങ്ങളെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഒറ്റയാനായി മലയാള ഗാന സാഹിത്യ രംഗത്ത് ഒരു വലിയ മുന്നേറ്റം തന്നെ നടത്തി. ഏകദേശം 15ഓളം കൃതികൾ, ഗാനസ്മൃതി, ആലാപന സ്മൃതി, ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ ഒരു പുസ്തകം എടുത്ത് സാറിൻ്റെ പേര് ക്രൈസ്തവ ഗീതിക,
മാപ്പിളപ്പാട്ടുകളെ കുറിച്ചുള്ള പ്രത്യേകത, കാവ്യ ഗീതിക എന്നും പറഞ്ഞുള്ള മലയാളത്തിലെ 101 പ്രശസ്തമായ ഗാനങ്ങളുടെ ഒരു പഠനം, വയലാറിൻ്റെ ആ പുസ്തകത്തിലൂടെ 1000 പാദസ്ഥലങ്ങൾ കിളിങ്ങി എന്നുള്ളൊരു പുസ്തകം, പിന്നെ നിലാവിൻ്റെ നിത്യഗീതം SP ബാലസുബ്രഹ്മണ്യത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ച് ഏതാണ്ട് ഒരു 10-15ഓളം മഹത്തായ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ലിബി പബ്ലിക്കേഷൻസ്, കോഴിക്കോടുള്ള ലിബി പബ്ലിക്കേഷൻസ് അദ്ദേഹത്തിൻ്റെ കാവ്യഗീതിക ആദ്യം പ്രസിദ്ധീകരിച്ചുള്ളത് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ ഗാന സാഹിത്യ രംഗത്ത് ഒരു പ്രത്യേക വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച TP ശാസ്ത്രമംഗലം സാർ കേരളം മുഴുവൻ അദ്ദേഹം പരിചിതനാണ്. ഏഷ്യാനെറ്റിലും ദൂരദർശനും ഇഷ്ടംപോലെ പരിപാടികൾ അദ്ദേഹത്തിൻ്റെ വന്നിട്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പോഴും വ്യക്തമായി ഓർക്കുന്നു, ലയമാധുരി എന്നൊരു പരിപാടി ഏഷ്യാനെറ്റിൽ സ്ഥിരമായിട്ട് കുറച്ചല്ല ഒരു 20 കൊല്ലം മുമ്പ് പ്രക്ഷേപണം സംപ്രേഷണം ചെയ്തിരുന്നു. അപ്പോൾ അത് അന്ന് TV താരമായിരുന്ന സംഗീത മോഹനാണ് അവതരിപ്പിച്ചിരുന്നത്. ആ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്ന കാലത്തായിരുന്നു ഞാനും സാറുമായിട്ടുള്ള പരിചയം തുടങ്ങി വെക്കുന്നത് തന്നെ. അപ്പോൾ അതുപോലെ തന്നെ കുറേ ഗാനസ്മൃതി, കുറേ ഒട്ടേറെ പരിപാടികൾ ദൂരദർശന് വേണ്ടിയും ഏഷ്യാനെറ്റിന് വേണ്ടിയും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ പരിപാടികളെല്ലാം നല്ല ഹിറ്റുകളായിരുന്നു, ജനങ്ങളുടെ വളരെയധികം സ്വീകരിക്കപ്പെട്ട പരിപാടികളായിരുന്നു. ഇന്നത്തരം പരിപാടികൾ ഒരു ചാനലും കാണുന്നില്ല. സീരിയലുകളും മറ്റുള്ള വാർത്താ ചാനലുകളുടെ ഒരു ആധിക്യമൊക്കെ വന്നതിന് ശേഷം നല്ല പരിപാടികൾ, ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ചുള്ള വളരെ മനോഹരമായ പരിപാടികൾ. നിങ്ങളെല്ലാം ഓർമ്മയുണ്ടായിരിക്കും, പാട്ടുപെട്ടി എന്നും പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് നല്ലൊരു പരിപാടിയായിരുന്നു. അപൂർവമായ പാട്ടുകളെല്ലാം കാണുന്ന ഒരു സുരേഷ് കുമാർ എന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. മനോഹരമായിരുന്നു. ഈ പരിപാടി കാണാൻ വേണ്ടി മാത്രം ഞാനന്ന് വിശാഖപട്ടണത്തായിരുന്നു. അപ്പോൾ ഈ പരിപാടി കാണാൻ വേണ്ടി മാത്രം പ്രത്യേക സമയം കണ്ടെത്തുമായിരുന്നു. കാരണം നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടു മറന്ന നല്ല പരിപാടികൾ കാണാനുള്ളൊരു അവസരമായിരുന്നു അന്ന് ഈ പാട്ടുപെട്ടിയിലൂടെ നടന്നത്. പൂമരക്കോം അത് മറ്റൊരു പരിപാടിയാണ് ഏഷ്യാനെറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ തിരക്കഥ അല്ലെങ്കിൽ അതിൻ്റെ പരിപാടിയിലെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത് ശാസ്ത്രമംഗലം സാറായിരുന്നതെന്ന് പിന്നീടാണ് നമ്മളെല്ലാം അറിയുന്നത്. അങ്ങനെ ഗാന സാഹിത്യ രംഗത്ത് എക്കാലത്തെയും ഒറ്റയാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശാസ്ത്രമംഗലം സാർ ഇന്ന് സാഹിതിയുടെ അതിഥിയായി നമ്മളോട് ഒപ്പം ചേർന്ന് പാട്ടും പൊരുളും എന്ന പരിപാടി അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഞങ്ങളൊക്കെ സംസാരിച്ച് കൂടുതൽ മുന്നേറുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ കേൾക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ താപം. അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം, അതാണ് നമ്മുടെ അഭിമാനം. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളും നിങ്ങളും ഞാനും എല്ലാവരും സാഹിത്യങ്ങളൊക്കെയുള്ള എല്ലാ സഹപ്രവർത്തകരും കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഗാനരചയിതാവായ MD സാറെന്നും അദ്ദേഹത്തെ ഓൾറെഡി അഭിനന്ദിച്ചു കഴിഞ്ഞു. എഴുത്തമ്മ പുരസ്കാരം നേടി ഞാനും ഒന്നുകൂടെ അഭിനന്ദിച്ചുകൊണ്ട് രണ്ടുപേർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് ശാസ്ത്രമംഗലം സാറെ ഈ ദിവസം മുഴുവൻ കേൾക്കാം. അദ്ദേഹമായി നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. തീർച്ചയായും ഞാനും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്.